സുരേന്ദ്രൻ മത്സരിക്കും. ശോഭാ സുരേന്ദ്രന്റെ പേര് പാലക്കാടാണ്. പാലക്കാട് കായംകുളം സീറ്റുകളിലാണ്. ബിദിൻ അംദാസ് ചേരുകയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി. ബിദിൻ, അപ്പോൾ A+ കാറ്റഗറി അനുഭവ്, വളരെ നേരത്തെ തന്നെ ഒരു അസാധാരണ പ്രഖ്യാപനം ബിജെപിയുടെ സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ നടത്തിയിരുന്നു. സ്വന്തം സ്ഥാനാർത്ഥിത്വം നേമത്ത് പ്രഖ്യാപിച്ചിരുന്നു. മുൻകാലങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു പ്രഖ്യാപനം ബിജെപിയിലടക്കം അസാധാരണമായ ഒരു കാര്യമാണ്. അങ്ങനെ തെരഞ്ഞെടുപ്പിന് വളരെ നേരത്തെ തന്നെ ഒരുങ്ങാനുള്ള ക്രമീകരണങ്ങൾ ബിജെപിയുടെ സംസ്ഥാന നേതൃത്വം എടുത്തിരുന്നു. അതിന് നേതാക്കൾക്ക് വേണ്ടിയുള്ള മണ്ഡലങ്ങൾ, അങ്ങനെ ഈ രണ്ട് തരത്തിലേക്ക് കണക്ക് കൂട്ടിക്കൊണ്ടിപ്പോൾ ആദ്യത്തെ സാധ്യതാ കേന്ദ്രം വളരെ സജീവമായി തെരഞ്ഞെടുക്കുന്നു. വട്ടിയൂർക്കാവാണ് പ്രധാനപ്പെട്ട ഒരു മണ്ഡലം. കഴിഞ്ഞ തവണ രണ്ടാം സ്ഥാനത്തെത്തിയ മണ്ഡലം എന്നുള്ളതുകൊണ്ട് തന്നെ ഇത്തവണ R ശ്രീലേഖയുടെ പേരും കൃഷ്ണകുമാറിന്റെ പേരും വട്ടിയൂർക്കാവിൽ വളരെ സജീവമായി തന്നെ പരിഗണിക്കുന്നുണ്ട്. പക്ഷേ ശ്രീലേഖ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാർട്ടിയുമായി വളരെ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. കൗൺസിൽ സ്ഥാനത്ത് തന്നെ തുടരാനാണ് ആഗ്രഹമെന്ന് പരസ്യമായി പലതവണ പറയുമൊക്കെ തന്നെ ചെയ്തിരുന്നു. അതേസമയം കൃഷ്ണകുമാർ ആ മണ്ഡലം കേന്ദ്രീകരിച്ചുകൊണ്ട് വളരെ സജീവമായ പ്രവർത്തനം നടത്തുകയും ചെയ്യുന്നു. ശോഭാ സുരേന്ദ്രൻ സംസ്ഥാനത്ത് മത്സരിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രധാനപ്പെട്ട നല്ല പെർഫോമൻസ് കാഴ്ചവെക്കുന്ന ഒരു വിലയിരുത്തൽ കേന്ദ്ര നേതൃത്വത്തിനുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ വലിയൊരു മുന്നേറ്റം കായംകുളം അസംബ്ലി മണ്ഡലത്തിൽ അവർക്ക് കാഴ്ചവെക്കാൻ വേണ്ടി കഴിഞ്ഞിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കായംകുളം കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനങ്ങൾ ശോഭാ സുരേന്ദ്രൻ നടത്തുന്നുണ്ട്. പക്ഷേ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് സീറ്റില്ല.